ാത്തപരമായി സ്നേഹമുള്ള ഭർത്താവെന്താ തന്റെ ഭാര്യയുടെ മനസ്സറിയുന്നവനായിട്ട് മാറണമെന്നാണ്. അങ്ങനെ മനസ്സറിയുന്ന ഒരു ഭർത്താവാണെങ്കിൽ അവര് പറയും, ഇൻഷാ അല്ലാഹ് മക്കൾക്ക് ചോറ് കൊടുത്തെങ്കിൽ നീ ഒന്ന് ഒരുങ്ങ്, നമുക്ക് നിന്റെ ഉമ്മാന്റെ അരികത്തൊന്ന് പോയി വരാ, നിന്റെ ബാപ്പയുടെ അരികത്തൊന്ന് പോയി വരാ. ഒരു സ്നേഹമുള്ള ഭർത്താവിന്റെ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ആ പെണ്ണിന്റെ ഉമ്മയെ, ആ പെണ്ണിന്റെ ബാപ്പയെ കാണാൻ പറഞ്ഞു വിടുന്ന ഒരാളാണ് യഥാർത്ഥ ഭർത്താവ്. ആരാ ഇത് പഠിപ്പിക്കുന്ന എന്നറിയോ? അള്ളാന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ ചോദിച്ചല്ലോ, സയ്യിദത്തുൻ നിസാ ബീവി ആയിഷ, ആയിഷ ബീവിയോട് അല്ലേ? ആരാ? അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൂമോളെ ആയിഷ പൂവഴകേ ആദരത്താഹ നബിയോടെ സൗജത്തായി വന്നൊരു പൊന്നോളിവേ, മഹദി മണിമുത്ത് ഒളിവർ കതിർവിത്ത് മാതൃക പൂമണവി ഉത്തമലങ്കാരൻ പൂവായി മണം വീശും ഉമ്മഹാത്തുൽ മോമിനീൻ. ഒരു വേള മുത്തായ തങ്ങൾ വിളിച്ചല്ലോ, ആയിഷ നീ ഒന്ന് പോകാൻ പറഞ്ഞല്ലോ, പ്രിയ ഉപ്പ സിദ്ദീഖെ കണ്ട് മടങ്ങാലോ ഉടനെ ചൊല്ലി, ആയിഷയോടായി ചൊല്ലി. ആയിഷ ബിയദാ പോയിടും നേ, സിദ്ദീഖ് തങ്ങളെ കണ്ടിടും നേ, എന്റെ റസൂല് പറഞ്ഞതാണേ, ഉപ്പാനെ കാണാൻ മൊളിഞ്ഞതാണേ. അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, സിദ്ദീഖ് തങ്ങളുടെ മുമ്പില്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉപ്പാനെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ആരത്? ഭർത്താവ്. ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലതുപോലെ എന്റെ ഭാര്യമാരോട് പെരുമാറുന്നത്, അതുപോലെ ആരും തന്നെ പെരുമാറാറില്ല, അതുപോലെ ആരും തന്നെ പെരുമാറാറില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ടെന്ന് എല്ലാരും പറയാൻ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാരിൽ എത്ര ആളുകളോട് അങ്ങോട്ട് പറയും, നീ നിന്റെ ഉമ്മയൊന്ന് പോയി കണ്ടിട്ട് വാ, ഒരു 2 ദിവസം പിന്നെ നിന്റെ ഉമ്മാന്റെ അടുക്കലൊന്ന് പോയി നിൽക്ക്, നിന്റെ ബാപ്പയൊന്ന് പോയി കണ്ടിട്ട് വാ, നിന്നെ ഒരുപാട് പോറ്റി വളർത്തിയതല്ലേ? ചിന്തിക്കണം, നമ്മൾ എവിടെയാണ്, ഭർത്താവ് എവിടെയാണ്? അല്ലാഹുവേ, നമ്മളോടൊപ്പം നമ്മുടെ ഉമ്മയുണ്ട്. ഇത് പറയുമ്പോ എന്നോട് വെറുപ്പ് വെക്കാനല്ല, ഇത് പറയുമ്പോഴെന്നോട് നിങ്ങൾ പിണങ്ങാനല്ല. അല്ലാഹുവേ, നമ്മുടെ അരികത്ത് നമ്മുടെ ബാപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാ നമ്മുടെ പെണ്ണിനോട് ചോദിക്കും, നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് ചോദിക്കും, അല്ല മോളെ, ഉമ്മ ഭക്ഷണം കഴിച്ചോ, ബാപ്പ ഭക്ഷണം കഴിച്ചോ, അവര് പട്ടിണിയാണോ എന്നവിടം ചോദിച്ചുകൊണ്ട് കടന്നു വരാറുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഭർത്താക്കന്മാരോട് ചോദിക്കുകയാ, നീ മടങ്ങി വന്നിട്ട് നിന്റെ പെണ്ണിനോട് ചോദിക്കാറുണ്ടോ, ഇന്ന് നീ നിന്റെ ഉമ്മാനെ വിളിച്ചിരുന്നോ, നിന്റെ ബാപ്പയെ വിളിച്ചിരുന്നോ, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അവർക്ക് വല്ല കുഴപ്പവുമുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, മോനെ, നിന്റെ പെണ്ണിന്റെ ഉമ്മയെന്ന് പറയുന്നത് അത് നിന്റെ ഉമ്മയാ. പെണ്ണിന്റെ ബാപ്പയെന്ന് പറയുന്ന അമ്മായി കാക്കയല്ല, അത് നിന്റെ ബാപ്പയാണ്. അവരെ ഉമ്മയാണ്, അവർ നിന്റെ ഉമ്മയാണ്, അവർ നിന്റെ ബാപ്പയാണ്. അതുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ കൊടുക്കുന്ന സ്നേഹവും, നിന്റെ ഉമ്മാക്ക് നീ കൊടുക്കുന്ന മാനവും, അത് നിന്റെ ഭാര്യയുടെ ഉമ്മക്ക് നീ കൊടുക്കണം. എന്തുകൊണ്ട്? നിന്റെ ഭാര്യയെ തൊട്ടാൽ നിനക്ക് ഒതുമുറിയും, പക്ഷേ ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാ ഒതുമുറിയില്ല. എന്തേ കാരണമെന്നറിയോ? അവർക്ക് നിന്റെ ഉമ്മയുടെ സ്ഥാനം അല്ലാഹുവിന്റെ ദീൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവര് രോഗമായി കിടന്നാൽ നിന്റെ പെണ്ണിനെ പറഞ്ഞു വിടേണ്ടുന്ന ചുമതല നിനക്കുണ്ട്. കാരണം എന്താ? എത്ര കൊല്ലമാണ് നിന്റെ പ്രിയപ്പെട്ടവളെ അവര് വളർത്തിയത്, എത്രയാണ് അവര് മുത്തിയത്, എത്രയാണ് അവര് ഭക്ഷണം കൊടുത്തത്, എത്രയാണ് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല നീയത്തോടെ കേട്ടാൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് വിജയിക്കാം.
ചിലപ്പോ നിങ്ങൾ പറയും പടച്ചോനെ ഇന്നലെ വരെ എത്രയോ ലൈവുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പം ഒരു മൊയ്ലാക്കന്മാരെ കൊണ്ടുണ്ടായിട്ടില്ല, ഇന്നിപ്പോ എവിടെന്നാ വന്നത്, ഒരു പിടുത്തമില്ല പടച്ചോനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്റെ പുന്നാര സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഇന്നൊന്നും അങ്ങോട്ട് ചോദിച്ചു നോക്ക്, മോളെ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ നിന്റെ ഉമ്മയെ കാണാൻ പോകാൻ? ഒരിക്കലും ഇല്ല എന്ന് പറയില്ല, ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. അവരൊക്കെ പറയും എനിക്ക് എന്റെ ഉമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എന്റെ ബാപ്പയെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലേ? എന്റെ മുത്തുമോമിനിങ്ങളെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ വെറുതെ ആകരുത്. ഈ പറയുന്ന ഓരോ നസീഹത്തും നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടാണ്, ഇല്ലേ? നമ്മൾ അങ്ങനെ ആയി മാറണം. നമ്മുടെ ഭാര്യമാരോട് അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. അപ്പോഴാണ് അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ കഴിയുന്നത്. അവരുടെ കണ്ണുനീരും അവരുടെ വിഷമവും നമ്മൾ മാറ്റണം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഭാര്യയുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നീട് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന എന്താ? തന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുന്നവളാണെങ്കിൽ ഇവിടെ 60 വയസ്സ് ഇവിടെ വിഷയമല്ല, 70 വയസ്സ് ഇവിടെ വിഷയമല്ല. എന്തിനേറെ ബഹുമാനപ്പെട്ട ബീബി ഖദീജ മക്കത്തുതിമതി മുത്തു മുഹമ്മദിലാശ പൂത്ത് മുന്തിയ റാണി ഖദീജ ബീവി ഏറെ കാത്ത് മാളിക മുകളിൽ കയറിയിരുന്ന ബീവി പാർത്ത് മുത്ത് റസൂലെ കണ്ടൊരു നേരം കൽബില്ലാറ്റ് മക്ക പ്രമാണികളെമ്പാടും കേട്ടു പറഞ്ഞു നടന്നാനേ, മക്ക പ്രമാണികളെമ്പാടും കേട്ടു പറഞ്ഞു നടന്നാനേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ മക്കക്കാരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും സമ്പത്തുള്ളവരും അവിടെ നിന്ന് കെട്ടു പറഞ്ഞു നടന്നാൻ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കെട്ടിക്കോട്ടെ എന്ന്, അല്ലേ? ഞാൻ ഖദീജ ബീവിയെ ഒന്ന് കെട്ടിക്കോട്ടെ എന്ന്, അല്ലേ? മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഖാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്ത് റസൂലുള്ള വന്നു, കല്യാണാലോചനക്കായി ബീവി തുനിഞ്ഞു. കച്ചവടക്കാര്യമാണ് ഏറ്റവും സന്തോഷമാണ്, കാര്യമാബൂ ത്വാലിബിനും സമ്മതമാണേ, സമ്മതമാണേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെയാ. ഖദീജ ബീവിക്ക് സങ്കടാണെന്ന് അറിഞ്ഞാൽ അരികത്ത് പോയിരിക്കും. ഇവിടെ വിഷയമല്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ ഇരിക്കുകയാണ്. പടച്ചവനെ, ശരീരങ്ങളൊക്കെ ചുക്കുചുളിഞ്ഞു പോവുകയാണ്. വയോവൃദ്ധയായ ഒരു പെണ്ണല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്നതാ ശരീരത്തെല്ലാം രോഗം പടർന്നു പിടിച്ചു. കട്ടിലിൽ കിടക്കുമ്പോ സ്നേഹമുള്ള ഭർത്താവ് ഖദീജ ബീവിയുടെ അരികത്ത് വന്നിരിക്കുകയാണ്. അരികത്തിരുന്നിട്ട് ഖദീജ ബീവിയുടെ വിരലിങ്ങനെ ചേർത്ത് പിടിച്ചു. ചോദിക്കുന്ന ഖദീജ, എന്തു പറ്റി ഖദീജ? ഈ ഇരിക്കുന്ന മുഹമ്മദിനോട് വിഷമമുണ്ടോ ഖദീജ? വെറുപ്പുണ്ടോ ഖദീജ? പടച്ചവനെ, ശുഅബ് ബി താലിബിന്റെ മലഞ്ചെരുവില് എത്രയോ ദിവസങ്ങൾ എന്റെ ഖദീജ പട്ടിണി കിടന്നിരുന്നു. എത്രയോ ദിവസങ്ങൾ എന്റെ ഖദീജ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടന്നിരുന്നു. എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്നോട് വല്ല പിണക്കവുമുണ്ടോ ഖദീജ? അല്ല, ഒരു ഭർത്താവ് കേൾക്കേണ്ട വിഷയം. അസുഖമായി കിടക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഇപ്പോ ഭാര്യക്ക് 60 വയസ്സായി, 60 അല്ലെങ്കിൽ 50 വയസ്സായി, 30 വയസ്സായി, അല്ലെങ്കിൽ പിന്നെ 45 വയസ്സായി, അങ്ങനെയുള്ള ഭാര്യ ഇപ്പൊ രോഗിയായി കിടക്കുമ്പോ പിന്നെ വലിയ ആൺമക്കളുണ്ട്, വലിയ പെൺമക്കളുണ്ട്. അത് മക്കൾ തിരക്കിക്കോളും, മക്കൾ അന്വേഷിച്ചോളും, മക്കൾ നോക്കിക്കോളും. ഒരിക്കലും അങ്ങനല്ല.
ഒരിക്കലും അങ്ങനല്ല. ഭർത്താവാകുന്ന നിങ്ങൾക്കൊരു കടമയുണ്ട്. അവരുടെ അരികത്ത് പോകൽ, അവരോട് സംസാരിക്കൽ, അവർക്ക് അസുഖമാണോ എന്ന് തിരക്കൽ, എല്ലാത്തിലും ഒരു ഭർത്താവിന്റെ ആനുകൂല്യം ഉണ്ടാകണം. നിങ്ങൾ ഇനി എവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഭാര്യയോട് പറയാം, മോളെ ഒരുങ്ങ്, നമുക്ക് പോകാം, ഞാൻ വണ്ടി വിളിക്കാം. നിങ്ങൾ ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സന്തോഷകരമായിട്ട് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല, അതിനേക്കാൾ ആനന്ദം മറ്റൊന്നുമില്ല. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിര്. അല്ലാഹുവിന്റെ ഭർത്താവ് അങ്ങനെ ചോദിച്ചല്ലോ. റസൂലുള്ളാഹി തങ്ങൾ അരികത്ത് പോയിരുന്നു. എന്നിട്ട് വിരലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഖദീജ കരയല്ലേ മോളെ, കരയല്ലേ മോളെ, എന്ത് വിഷമമുണ്ടോ ഈ മുഹമ്മദിനോട് പറയുമോ, മുഹമ്മദിനോട് വെറുപ്പുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ, എത്ര വയസ്സായെന്ന് ചിന്തിക്കണം, ശരീരങ്ങൾ ചുക്കുചുളിഞ്ഞു പോയ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് പോയിരിക്കും. ഇല്ലേ, അള്ളാഹുവിന്റെ ദീനിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഉസ്താദേ, മക്കൾ കാണുമ്പോ പ്രശ്നമല്ലേ? അള്ളാഹുവേ, ഭാര്യയുടെ കൈയൊന്ന് കോർത്ത് പിടിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? ഫഇദാ അഖദ ബികഫിഹാ തസാഖതു ബിദുനൂബിഹിമാ ബിഖിലരി അസാബിഹിമാ. പടച്ചവനെ, നടക്കാൻ കഴിയാത്ത ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ കാലിൽ നീര് കെട്ടിയിരിക്കുകയാണ്, ഭാര്യ ഗർഭവതിയാണ്, നടക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരാ, നിന്റെ കൈയൊന്ന് കൊടുക്കണം, നിന്റെ വിരലൊന്ന് കൊടുക്കണം, എന്നിട്ട് നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കണം. അങ്ങനെ പിടിച്ചാൽ ഒരിക്കലും നഷ്ടമാകൂല. ഫഇദാ അഖദ ബികഫിഹാ, നിന്റെ ഭാര്യയുടെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തസാഖതു ബിദുനൂബിഹിമാ ബിഖിലലി അസ്വാബിഹിമാ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിക്കുമ്പോ അല്ലാഹുവേ, ആ വിരലുകളുടെ ഇടകളിലൂടെ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങള് അല്ലാഹു എടുത്തു കളയുമെന്നാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മൾ എന്തിനാ നമ്മൾ പേടിക്കാം? എന്തിനാ നമുക്കിപ്പോ ഒരു നാണക്കേട്? ഭാര്യക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ വല്ലാത്ത പനിയാ, നിന്റെ കൈയൊന്ന് കൊടുക്ക്, ഇതി പിടിച്ചെഴുന്നേറ്റോ. ആ സാധുവിന് എഴുന്നേക്കാൻ പോലും കഴിയില്ലെങ്കിലും അവിടെ നിന്ന് പിടിച്ചെഴുന്നേക്കുമ്പോ പോലും ഒരു കൈ സഹായത്തിന് പോകാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. എന്തിനേറെ ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയം ആ പ്രിയപ്പെട്ടവളെ ഒന്ന് സഹായിക്കാൻ പോകാത്ത എത്ര ആളുകളുണ്ട്, ഇല്ലേ? അപ്പൊ ചില ആളുകൾ പറയാം, ഭയങ്കര അനുഭവമാണല്ലോ. ഞാൻ അനുഭവത്തിന്റെ കഥ അല്ലേ പറയണത്, മനുഷ്യന്റെ ജീവിതം പറയാൻ, മനുഷ്യന്റെ ജീവിതം പറയാൻ. നമുക്ക് രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യത്തിൽ നമുക്ക് സന്തോഷകരമായിട്ട് കടന്നു വരണം. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് എത്ര അനുഭവങ്ങൾ നിങ്ങൾ തന്നെ എഴുതി വായിച്ചു. ഞാൻ ആളല്ല, അവസാനത്തെ ദുആക്ക് നിങ്ങൾ പങ്കെടുക്കണം. അതിന് പങ്കെടുത്തില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് തന്റെ ഭർത്താവ് ചെയ്യേണ്ടുന്നത് ആ കൈയൊന്ന് കൊടുത്തു, കഴിഞ്ഞില്ല. പിന്നെയോ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഇനി ഒരു ഭർത്താവ് ചെയ്യേണ്ടുന്ന കാര്യം ഏതെന്നറിയോ? ഒരല്പസമയമെങ്കിലും കാരുണ്യത്തിന്റെ നോട്ടം നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കലാണ്. നല്ല ഉഷാറായി. എന്ത് കാരുണ്യത്തിന്റെ നോട്ടം നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു മിനിറ്റ് ഭാര്യ അവിടെ ഇരിക്കാൻ, അപ്പൊ നമ്മള് പോയിട്ട് ഇങ്ങനെ നോക്കാം. എന്ത് നോട്ടം? ചില ആൾക്കാർ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിലുണ്ട് ഇടിയും ബഹളവും ചീത്തവിളിയും പള്ളുവിളിയും എന്തൊക്കെ പറയാൻ പറ്റും, അത് മുഴുവനും ആ നോട്ടത്തിൽ അറിയാം, ഭർത്താവിന്റെ നോട്ടത്തിൽ. അതൊക്കെ എന്ത് ഈ പെണ്ണ് ഊഹിച്ചെടുത്തോളും, ഇല്ലേ? പിന്നെ അവരവിടെ നിൽക്കൂല, പിന്നെ അവരവിടെ അപ്പോടികൾ. എന്താ കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്. കാരണം അവർക്കറിയാം ആ നോട്ടം പന്തികേടാൻ. അതേസമയം നല്ല സ്നേഹത്തിൽ ഇന്നിപ്പോ എനിക്കറിയാം ഒരുപാട് യുവാക്കൾ എന്നോടൊപ്പം ഇപ്പൊ ഉണ്ട് ഈ വിഷയം കേൾക്കാന്. അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഇത് എവിടെങ്കിലും പെണ്ണിന്റെ കൂടെ എന്റെ മൂപ്പരങ്ങാണെന്ന് ഇങ്ങനെ പോയിട്ട് ഭാര്യയുടെ മുഖത്ത് ഇന്നലെ വരെ അങ്ങനെ നോക്കിയിട്ടില്ല. അസ്സലാമു അലൈക്കും. അപ്പൊ ഭാര്യ വട്ട ഇന്നലെ അവരില്ലാത്തൊരു കാര്യം ആദ്യമായിട്ട് കാണാൻ, ഇല്ലേ? എന്നാൽ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം തന്റെ ഭർത്താവ് നോക്കിക്കഴിഞ്ഞാലോ, ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ.
ഇന്നർ റജുല നിശ്ചയമായിട്ടും ഒരാൾ ഭർത്താവ് ഇദാ നദറ ഇംറഅതിഹി തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ വനദറത് ഇലൈഹി അല്ലാഹുവേ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ നദറല്ലാഹു ഇലൈഹിമാ നദറത റഹ്മാ നദറല്ലാഹു ഇലൈഹിമാ ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് അല്ലാഹുവേ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചില്ലറ കാര്യമല്ല. ഫഇദാ അഖദ ബികഫിഹാ തസാഖത് ബിദുനൂബിഹിമാ ബിഖിലലി അസാബിഹിമാ അതാണ് അള്ളാന്റെ പ്രവാചകരും അവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. മുസ്തഫ നബി തങ്ങളും ചെയ്തത് ഖദീജ ബീബി ഇങ്ങനെ കിടക്കാൻ പോയിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഖദീജ എന്തെങ്കിലും വേദനയുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ? മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദീനെ വേക്കാനം അജാബല്ല മാലിനി മണിയായ അങ്ങനെ എത്രയോ ഖദീജ ബീബിയെ പറ്റി നല്ല നല്ല അടിപൊളി രസമുള്ള മധുഗാനങ്ങളുണ്ട് ഇല്ലേ? അതൊക്കെ ഏറ്റവും കൂടുതൽ സോങ് ഒന്നും എനിക്ക് വന്നത് പിന്നെ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയെ പറ്റിയാണെന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ നമ്മൾ കടന്നു വരണം. ഒന്ന് നമ്മൾ ഭാര്യക്ക് നമ്മൾ കൈകൊടുത്തുകൊണ്ട് സഹായിക്കണം. പിന്നീട് വീട്ടിന്റെ ഉള്ളിൽ രോഗങ്ങളില്ലാതിരിക്കണോ, വിഷമങ്ങളില്ലാതിരിക്കണോ, സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും ഇല്ലാതിരിക്കണോ? അതിനെന്ത് വേണമെന്നറിയോ? നിങ്ങളുടെ മക്കൾക്കും അല്ലാഹു രോഗം കൊടുക്കാതിരിക്കാൻ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കും ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കും സ്നേഹത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാര്യയുടെ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ പിന്നെ പ്രശ്നങ്ങളില്ല, ആ വീട്ടിന്റെ ഉള്ളിൽ പിന്നെ വഴക്കുകളില്ല, ആ വീടിന്റെ ഉള്ളിൽ സമാധാന കേടില്ല, ആ വീട്ടിന്റെ ഉള്ളിൽ കണ്ണീരുകളില്ല, ആ വീടിന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ വഴികളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് അവരെ വെറുപ്പിക്കാതെ അവരോട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നോ. എന്നാൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ 10 മടങ്ങ് സ്നേഹം നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തരുമെന്നാണ്. ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയോട് നിൽക്കുക അതേപോലെ തിരിച്ചുണ്ടാവുള്ളൂ. നിങ്ങൾ എത്രയോ ആളുകൾ അവിടെ നിന്ന് മിണ്ടാതിരിക്കുന്നാലും അതുപോലെ ഉണ്ടാവൂല. നിങ്ങൾ എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ഭാര്യ. നിങ്ങൾ എന്ന് പോകുമ്പോഴും ഭാര്യയോട് ചെന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വർത്താനം പറയുമ്പോ അതേ പുഞ്ചിരിയോടുകൂടി അവർ നമ്മളോട് വർത്താനം പറയും. ഭാര്യയോട് നമ്മളിപ്പോ ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞു നോക്ക്, അതിന്റെ 10 മടങ്ങായിരിക്കും. നമ്മൾ പറയുമ്പോൾ നല്ല സ്ട്രോങ്ങിലായിരിക്കും, അതിന്റെ ഇപ്പൊ ഡബിളായി കിട്ടും. അതേസമയം നമ്മൾ നല്ല സ്വഭാവത്തോടെ നമ്മൾ കടന്നു പോയാൽ അതിനേക്കാൾ ഏറ്റവും നല്ല മെച്ചത്തിൽ അവർ നമ്മളോടൊപ്പം കടന്നു വരും. എന്റെ വാക്കല്ല ഇത്, ഒരിക്കലും എത്ര നമ്മൾ ഇന്നും നാളെയൊക്കെ ഭർത്താവിനെ പറ്റി പറഞ്ഞാൽ അവസാനിക്കൂല. ഇനിയിപ്പോ നാളെ കൂടി ഇതിനെ പറ്റി ഞാൻ പറഞ്ഞാലേ ഇനി ഇവിടെ വന്നിട്ട് പയ്യന്മാര് തല്ലും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ മനസ്സിലാക്കണം, അവരെ ഒരിക്കലും നമ്മുടെ ഭാര്യമാരെ നമ്മൾ വെറുപ്പിക്കരുത്, കുറ്റപ്പെടുത്തരുത്, സ്നേഹം കൊടുക്കണം. അല്ലേ? ഒരു വീട്ടിൽ കഴിയുന്നവർ തന്നെ പരസ്പരം മിണ്ടാതെ എടുക്കാതെ പിണങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അതെത്രയാണ്, അത് ആരിലൊക്കെ ബാധിക്കും? മക്കളിൽ, സഹോദരങ്ങളിൽ, കൂടപ്പിറപ്പുകളിൽ ഇല്ലേ? അങ്ങനെ ബാധിക്കും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഞാൻ പറയാൻ, നിങ്ങൾ ഇന്ന് രാത്രി ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾ പിണങ്ങി കഴിയുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞ് മിണ്ടി ഏറ്റവും നല്ല കോലത്തിൽ മുന്നോട്ട് പോകും. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങട്ടെ. അല്ലേ? ഒരു വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരൂല്ല. ചില വീടുകളുടെ അകത്തട്ടില് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരൂല്ല. അത് ഏത് വീടെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കിടക്കുന്ന വീട്. ആ വീട്ടിൽ അല്ലാഹു തആല കൊടുക്കുന്നത് ഹമ്മല്ല തങ്കത്തി അബദാ.
ഹമ്മല്ലാ തങ്കത്തി അബദ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു തരും. എത്ര കടങ്ങൾ വീട്ടിയാലും അത് കഴിയില്ല, അതിന്റെ ഡബിളായി കൂടിക്കൊണ്ടിരിക്കും, അതിന്റെ ഡബിളായി കൂടിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ കാവൽ ആ വീട്ടിന്റെ ഉള്ളിൽ ലഭിക്കില്ല. അല്ലേ? എത്രയോ വർഷങ്ങളോളം, അല്ലെങ്കിൽ കൊല്ലങ്ങളോളം, അല്ലെങ്കിൽ മാസങ്ങളോളം, ആഴ്ചകളോളം, ദിവസങ്ങളോളം പരസ്പരം മിണ്ടാതെ കഴിഞ്ഞുകൂടുന്ന എത്ര കുടുംബങ്ങളുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ അത് മാറ്റണം. മാറ്റിയെടുത്തിട്ട് എന്തിനാ അതിപ്പോ എന്തിനാ അവൻ പറയുന്നത് എന്ന് ചിന്തിക്കാതെ നല്ല നീയത്തോടെ പടച്ചവനെ ഞാൻ നാളെ മരിക്കണ്ടേ, ഞാൻ നാളെ മരിക്കണ്ടേ എന്നായാലും നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. ആരുടെ മണ്ണിലേക്ക് നമ്മൾ പോകണ്ടേ? അല്ലേ? നാളെ കിടക്കുന്ന വീട് അല്ലാഹ് കബറന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാളെ കിടക്കുന്ന വീട് അല്ലാഹ് കബറന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. കൂട്ടുകാരാരും ഇല്ലാത്ത യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. കൂട്ടുകാരാരും ഇല്ലാത്ത യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാഹ് കബറന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. ഇവിടെ വേണമെങ്കിൽ ഒരു കൊല്ലല്ല, 16 കൊല്ലല്ല, 20 കൊല്ലം വേണമെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയാം. രണ്ടുപേരോടും കൂടി പറയാൻ, ഭാര്യയോടും ഭർത്താവിനോടും കൂടി ഞാൻ പറയാം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിണങ്ങിക്കഴിയാം എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഇടയിൽ നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ, ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരാൾ മരിച്ചാൽ എവിടെ പോയിട്ട് പൊരുത്തം ചോദിക്കും? എല്ലാവർക്കും അസുഖമാണ്, എല്ലാവർക്കും സങ്കടാണ്, എല്ലാവർക്കും നൊമ്പരാണ്. ഞാൻ ഇത് ആത്മാർത്ഥതയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ, നമ്മൾ പിണങ്ങി കഴിയരുത്, ഒരിക്കലും നമ്മൾ പിണങ്ങി കഴിയരുത്. നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മുടെ ഭാര്യമാർ ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോവുക. ഓരോരുത്തരുടെ മനസ്സാലും ഈ ഭർത്താവ് മിണ്ടിയില്ലെങ്കിൽ ഭാര്യ അങ്ങോട്ട് പോയിട്ട് മിണ്ടുക, ഒരു അസ്സലാമു അലൈക്കും മിണ്ടുക, അല്ലേ? അവിടെ പറയാം. എന്തിനേറെ നമുക്കറിയാം, സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ എന്തോ ഒരു കാര്യം അവിടെ അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട മരുമകനായ അലിൻ കറമഹുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോ അത് അലിയാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അലിയാർ തങ്ങളുടെ മുഖമങ്ങ് ചുമന്നു പോവുകയാണ്. അല്ലാഹുവേ, അലിയാർ തങ്ങളുടെ മുഖം ചെന്നും അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ മുഖമൊന്ന് ചുമന്നപ്പോ അത് ഫാത്തിമ ബീവിക്ക് മനസ്സിലായി. അലിയാർ തങ്ങളുടെ മുഖം, എന്റെ ഉമ്മമാരോട് പറയാൻ ചെറിയൊരു ഉദാഹരണം, അലിയാർ തങ്ങളുടെ മുഖം ഒന്ന് ചുമന്നപ്പോ അത് ഫാത്തിമ ബീവിക്ക് എന്തായി മനസ്സിലായി? ഫാത്തിമ ബീവി അലിയാർ തങ്ങളെ ചുറ്റും ഇങ്ങനെ കറങ്ങി, വട്ടം കറങ്ങി. തവാഫ് മക്കേ പോയ പോലെ ഇങ്ങനെ ചെയ്യില്ല, അമ്മാരി തവാഫ്. അലിയെ, എന്നോട് പിണക്കൊണ്ട് അലിയെ, എന്നോട് മിണ്ടു അലിയെ, എന്നോട് മിണ്ടു അലിയെ. ഫാത്തിമ ബീവി ഇങ്ങനെ കറങ്ങ, കടന്നിട്ട് കറങ്ങ. ആരോട്? ആരുടെ മുമ്പില്? അലിയാർ തങ്ങളുടെ മുമ്പിൽ. അലിയാർ തങ്ങൾ മിണ്ടിയിട്ടില്ല, അലിയാർ തങ്ങൾ മിണ്ടിയിട്ടില്ല. അവസാനം പറഞ്ഞു, എനിക്ക് എന്തില്ല, ഒരു കുഴപ്പമില്ല ഫാത്തിമ, ഞാൻ പൊരുത്തപ്പെട്ടു, ഞാൻ പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടു വന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുമ്പോ പടച്ചവനെ, ഫാത്തിമ ബീവി തന്റെ ഭർത്താവ് മിണ്ടിയിട്ടുള്ള സന്തോഷം കൊണ്ട് ഓടിയത് എവിടെന്നറിയോ? ലോകത്തിന്റെ മണിദീപമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാ. ചെന്നുകൊണ്ട് കാര്യം പറഞ്ഞു, നബിയേ, ഇങ്ങനൊക്കെ ഉണ്ടായി നബിയേ, എന്റെ ഭർത്താവ് അലിയാർ മിണ്ടാതിരുന്നപ്പോ ഞാൻ പേടിച്ചു നബിയേ, ഇന്നെന്റെ ഭർത്താവ് മിണ്ടി നബിയേ. ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്യം തന്നറിയോ? തന്റെ ഭർത്താവിന്റെ പൊരുത്തക്കേടോട് കൂടിയിട്ട് തന്റെ ഭർത്താവിനോട് മിണ്ടാതെ കാണമങ്ങ് മരിച്ചു പോയാൽ ഫാത്തിമ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല.
കാര്യത്തിന്റെ ഗൗരവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഫാത്തിമ, മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. ചില സഹോദരിമാർക്ക് വാശി ഉണ്ടാവും, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ മിണ്ടൂല, ഒരു 5 ദിവസം അങ്ങനെ തന്നെ പോട്ടെ, വെള്ളവും കുടിക്കത്തില്ല, ഞാനിപ്പോ അങ്ങനെ കട്ടൻ ചായിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ആളിപ്പോ കൂച്ചല്ല എന്ന് പറയും. ഇല്ലേ, 5 ദിവസം അങ്ങനെ, 6 ദിവസം അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ അങ്ങനെ ആകരുത്. എവിടെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണം, അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലയോ എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യ ചെയ്യുന്ന കഷ്ടപ്പാടിനെ പറ്റിയിട്ട് ഒരു ഭർത്താവിന് ബോധ്യമുണ്ടാകണം. തന്റെ ഭാര്യ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് 2 കൈ കൊണ്ട് നമ്മൾ എന്തേ ചെയ്യും, നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യും. ആണുങ്ങൾ, ഉമ്മമാരാണെങ്കിൽ ഈ 2 കൈ കൊണ്ട് മക്കളെ കുളിപ്പിക്കും, അതേ സമയത്ത് തന്നെ മുറ്റടിച്ചു വാരും, അതേ സമയത്ത് തന്നെ അരിയടുപ്പിലിടും, അതേ സമയത്ത് തന്നെ കറിക്കുണ്ടാക്കും. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഇവര് ചെയ്യും. നമ്മളോ ഒരു കാര്യം ചെയ്യും, 2 കാര്യം ചെയ്യും. ഇവര് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്നിട്ട് എടി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട, ചിലപ്പോ നല്ല ആട്ടിട്ടോ സമയത്ത്. പക്ഷേ ഒരു ഭർത്താവിന്റെ കടമ എന്താണ്? അവിടെ ക്ഷമിച്ചു കൊടുക്കണം, അവിടെ ക്ഷമിച്ചു കൊടുക്കണം. ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ വേണ്ടി പോവും. എന്താ പറയാൻ പോകുന്നറിയോ? ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അരികത്തേക്ക് പോവാ. എന്താ? തന്റെ ഭാര്യയുടെ കുറ്റം പറയാം, തന്റെ ഭാര്യയുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടന്നു പോവാൻ. ആര്? ഒരു മനുഷ്യൻ, ഒരു സഹാബി. പടച്ചോനെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അടുക്കലേക്ക് തന്റെ ഭാര്യ മോശമാണെന്ന് പറയാൻ വേണ്ടി പോയപ്പോൾ കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്തട്ടിൽ നിന്നും ഉള്ള ചട്ടിയും ഉള്ള കലവും ഉള്ള പായും ഉള്ള എല്ലാ തലങ്ങണിയും കാണാം ഉമർ തങ്ങളുടെ വീട്ടിൽ നിന്ന് പറന്നിട്ട് വെളിയിലേക്ക് വീഴാൻ. യാ അല്ലാഹ്, ഞാൻ ഇത് എവിടുക്കാ റബ്ബേ വന്നത്? ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്ന സമയം കാണാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പൊട്ടിത്തെറിക്കാൻ. അവിടുന്ന് പായ വലിച്ചെറിഞ്ഞു, പാത്രം വലിച്ചെറിഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങി. ഉമർ തങ്ങൾ പറഞ്ഞു, ഏയ് ചങ്ങായി പോവല്ലേ, ഇവിടെ ഒന്നുമില്ല ഞങ്ങളെ, ഞാൻ വെറുതെ കാണാൻ വന്നത്. അങ്ങനല്ലല്ലോ, ഇങ്ങോട്ട് വായോ. ചെന്നു ചോദിച്ചു, എന്റെ വിഷയം? തങ്ങളെ, പിന്നെ എന്റെ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി വന്നതാണ്. യാ അല്ലാഹ്, ഞാൻ നോക്കുമ്പോ കാണാം എന്റെ വീട്ടിലുള്ള എന്റെ ഭാര്യ ഇത്ര കഷ്ടമില്ല കേട്ടോ. ഇതെന്താ പാത്രവും കലവും ചട്ടിയും പാത്രവും ഒക്കെ വെളിയിലേക്കല്ല വരിക. അപ്പൊ ഇത് അവിടത്തെ ഇതിന്റെ തങ്കപ്പെട്ട സ്വഭാവം ഇത്രയില്ല നിങ്ങളെ. ആ സമയമാണ് അവിടെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഈ കടന്നു വന്ന മനുഷ്യനരികത്തേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, മോനെ, അല്ലാഹുവേ, 100 ജോലികൾ അവൾ ചെയ്യുന്നവളാണ്. അവർ അല്ലാഹുവേ 2 കൈകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയുടെ പരാതി പറയാൻ കടന്നു വന്ന ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, സങ്കടപ്പെടല്ലേ, വേദനിക്കല്ലേ, കഷ്ടപ്പെടല്ലേ, ദുഃഖിക്കല്ലേ. നിന്റെ ഭാര്യ നിന്നോട് വഴക്കിട്ടെന്ന് പറഞ്ഞ്, നിന്നോട് ദേഷ്യം പിടിച്ചെന്ന് പറഞ്ഞ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കടന്നു വന്നെന്ന് പറഞ്ഞ്, മോനെ, നീ അവളെ കുറ്റപ്പെടുത്തല്ലേ. കാരണം എന്താ? അവൾ നിനക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി തന്നു, നിനക്ക് വേണ്ടുന്ന കറി ഉണ്ടാക്കി തന്നു. നിന്റെ വീടിന്റെ അകത്തട്ടിൽ ആർക്കൊക്കെ എന്തെല്ലാം വേണോ അതെല്ലാം നിന്റെ പ്രിയപ്പെട്ടവള് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നിന്റെ വീടൊരു പക്ഷേ 2 നിലയായിരിക്കാം, അല്ലെങ്കിലോ 2000-ഓ 3000-ഓ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിരിക്കാം. ആ റൂമുകളും ആ വീടുകളുമെല്ലാം അടിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവളാണ്. നീ അവക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തൂടെ? അത് മാത്രവുമല്ല, അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അതുകൊണ്ട് പറഞ്ഞു, മോനെ, ഇല്ലേ, അവൾ നിന്റെ ഉമ്മ, അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ 9
9 മാസത്തോളം ചുമന്നുകൊണ്ട് നിന്റെ മക്കളെ ചുമന്നുകൊണ്ട് നടന്ന് നിനക്ക് വേണ്ടി അവർ അള്ളാഹുവെ പ്രസവിച്ചവളാണ്. അതുകൊണ്ട് നീ അവളെ കുറ്റപ്പെടുത്തല്ലേ, അവളെ നീ കളിയാക്കല്ലേ. അല്ലെ, പണ്ടുള്ള ഉമ്മമാരൊക്കെ 10-12 മക്കളുണ്ടായിരുന്നു അവർക്ക്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവർക്കൊക്കെ സ്വർഗല്ലേ. എത്ര സഹിച്ചു അവർ, എത്ര ത്യാഗത്തിലൂടെ അവർ കടന്നുപോയി. ഓരോ കുട്ടിയെ വളർത്തുമ്പോഴും ഓരോ കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോഴും അവർ സഹിക്കുന്ന വേദന എല്ലുകൾ മുറുങ്ങിപ്പോകുന്നത് പോലെ ആ പ്രസവ സമയത്തുണ്ടാകുന്ന വേദന അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചില ആളുകൾ പറയും സുഖപ്രസവമായിരുന്നു ഉസ്താദേ, റാഹത്തായി. പക്ഷെ അടുത്ത് പോയി പറയരുത്, കുറച്ച് വിട്ടിന്നിട്ട് പറയണം അല്ലേ. കാരണം എന്താ? ആ വേദനയും ബുദ്ധിമുട്ടും അവർക്ക് അറിയുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, അള്ളാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയത്, മോനെ അവരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയാനുള്ള കാരണം എന്താ? يا غادا لديه يسير وكم ليلة لاقت لثكليك تشتغي لها من جباء نت وزفير وفي الوضع لا تدري عليها مشقة فمن عوسس منها الفؤاد يطير. ഉമ്മ കിടക്കുമ്പോ മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് ഉമ്മ നടക്കുമ്പോ ഉമ്മാക്കൊരു വല്ലാത്തൊരു കിറുകിറുപ്പുണ്ടാകും. അവിടെ നിന്ന് നല്ലതുപോലെ കിടക്കാൻ കഴിയുന്നില്ല, ഒന്ന് ചരിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത വേദനയോടുകൂടി വല്ലാത്ത സങ്കടത്തോടുകൂടി നിന്റെ ഉമ്മ കഴിഞ്ഞു പോയത്. അതുകൊണ്ട് മോനെ, നീ അവരെ മറക്കല്ലേ, നീ അവരെ കുറ്റപ്പെടുത്തല്ലേ, നീ അവരെ കളിയാക്കല്ലേ, നീ അവരെ ആക്ഷേപിക്കല്ലേ. ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് നീ ഒരിക്കലും കടന്നു വരല്ലേ. നീ നിന്റെ ഉമ്മയെ നല്ലതുപോലെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന കഥ പറയുമ്പോ അവിടെ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ലി ഉമ്മി ഔലാദിഹി, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞത്. അവൾ നിന്നോട് ദേഷ്യപ്പെട്ടാലും നീ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറഞ്ഞത് ലി ഉമ്മി ഔലാദിഹി, അവൾ നിന്റെ മക്കളുടെ ഉമ്മയായതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയായതുകൊണ്ടാണെന്ന്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മള് ആരാ ഇത് ചിന്തിക്കുക? മക്കളുടെ ഉമ്മ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം, ഇതല്ലേ നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മൾ അവരെ സ്നേഹിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഏതൊരു സഹോദരിയും ആഗ്രഹിക്കുന്നത്, പടച്ചോനെ എന്റെ ഭർത്താവ് എന്നോടൊന്ന് നല്ല രീതിക്കൊന്ന് പെരുമാറിയിരുന്നെങ്കിൽ, നല്ലൊരു സ്നേഹമുള്ളവനായിരുന്നെങ്കിൽ, പടച്ചോനെ മറ്റപ്പുറത്തുള്ളവരുടെയൊക്കെ എന്റെ കൂട്ടുകാരുടെയൊക്കെ ഭർത്താവിന്റെ സ്വഭാവം എത്ര നീറ്റ് സ്വഭാവം റബ്ബേ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം കൂടെ ഒന്നും മാറ്റിത്താ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവോട് പറഞ്ഞാൽ, ആ പറയുന്ന സമയം നിങ്ങൾ എങ്ങനെ പറയണമെന്നറിയോ? യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ യഅ്തിഫു അലയ്യ ഖൽബ ഫുലാൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ മയം ചെയ്യുന്നവനാണ്, അത്യധികം ഒരുപാട് സന്തോഷത്തിന്റെ സഹിഷ്ണുതയുടെ സ്നേഹത്തിന്റെ വാത്സല്യമായ അള്ളാഹുവോടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാഹുവേ റബ്ബേ, നീ എനിക്കൊന്നും മയപ്പെടുത്തി തരണേ പടച്ചോനെ. ഖൽബ ഫുലാൻ, എന്റെ ഈ കാണുന്ന എന്റെ ഭർത്താവിന്റെ ഇവിടെ ഖൽബ ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത ആ ഫുലാനങ്ങ് മാറ്റണം, ആ ഫുലാനങ്ങ് മാറ്റണം. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണ്? അബൂബക്കർ എന്നാണെങ്കിൽ ഖൽബ അബൂബക്കർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കണ്ടങ്ങള് അലയ്യ ഫുലാൻ എന്നുള്ളടത്ത് ഫുലാനങ്ങ് മാറ്റാം. അലയ്യ ഖൽബ, പിന്നെ ഉസ്മാൻ ആണെങ്കിൽ അലയ്യ ഖൽബ ഉസ്മാൻ. ഇനിയിപ്പോ ഷാഹുലാണെങ്കിൽ അലയ്യ ഖൽബ ഷാഹിൽ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ യഅ്തിഫു അലയ്യ ഖൽബ ഫുലാൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഭർത്താവ് പൊരുത്തം ചോദിച്ചാൽ തരുന്നില്ല അല്ലെ? ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭർത്താവ് പൊരുത്തം കൊടുക്കല്. ഇല്ലെങ്കിൽ ആ ഭർത്താവ് കുറ്റക്കാരനാവും.
ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് ഭർത്താവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭർത്താവാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ. തന്റെ ഭാര്യ വന്നിട്ട് പൊരുത്തം ചോദിക്കാണല്ലോ, പക്ഷെ അത് കൊടുക്കേണ്ടുന്ന കടമ ആർക്കേണ്ട ഭർത്താവിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്റൊക്കെ ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വഹാദീനാ വമുസ്തഫാനാ മുഹമ്മദ്. കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലികുൽ മുലൂക്കായ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനുകളെ രക്ഷിക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, കണ്ണീരുകൾ കൊടുക്കല്ലേ അല്ലാഹ്, കഷ്ടപ്പാടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ആവലാതി കൊടുക്കല്ലേ അല്ലാഹ്, വേവലാതി കൊടുക്കല്ലേ അല്ലാഹ്. മാലികുൽ മുലൂക്കായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ അല്ലാഹ്, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാര് അല്ലാഹുവേ, ഈ സാധുവിനോട് അവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരാരെയും നീ തട്ടിക്കളയല്ലേ അല്ലാഹ്, അവരുടെ സങ്കടങ്ങൾ കാണാതെ ഇരിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഉസ്താദേ മക്കളില്ല, ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട്. മാലികുൽ മുലൂക്ക് അല്ലാഹുവേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്ത് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്, ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട്, നഫീസത്തുൽ മിസ്രിയുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ്, നിന്റെ കുടുംബത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, കൊടുത്തിട്ടുള്ള മക്കൾക്ക് അംഗവൈകല്യങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അംഗവൈകല്യങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അംഗവൈകല്യങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, പല സഹോദരിമാരും ഗർഭവതികളാണ് അല്ലാഹുവേ, ഉദരത്തിൽ വളർന്നു വരുന്ന കുട്ടിക്കൊരു കുഴപ്പവും കൊടുക്കല്ല അല്ലാഹ്, അംഗവൈകല്യം കൊടുക്കല്ല അല്ലാഹ്. പടച്ചവനെ, നല്ലതുപോലെ ആ കുട്ടിക്ക് രോഗമില്ലാതെ കൺകുളിർക്ക കാണാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, വീടില്ലെന്ന് പറഞ്ഞവരുണ്ട്, അവർക്ക് അനുയോജ്യമായ വീട് കൊടുക്കണേ അല്ലാഹ്. എത്രയെന്നും പറഞ്ഞാണ് വാടക കൊടുക്കുന്നത്, എത്രയെന്ന് പറഞ്ഞാണ് വാരി കിട്ടുന്നത്, എത്രയെന്ന് പറഞ്ഞാണ് സങ്കടപ്പെടുന്നത്. ഒരുപാട് ആളുകളുടെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും കേൾക്കണമല്ലോ റബ്ബേ. വീടില്ലാത്ത പാവങ്ങളുണ്ട് പടച്ചോനെ, അവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ പടച്ചറബ്ബേ, പ്രവാസികൾ, പാവപ്പെട്ടവർ, ജോലിയില്ലാതെ കരയുന്നവർ, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ, പാവപ്പെട്ട പ്രവാസികൾക്ക് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹ്, ജോലി കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്, കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ആരൊക്കെ എന്തെല്ലാം ആഗ്രഹം പറഞ്ഞോ, ഹബീബുന മുഹമ്മദ് മുസ്തഫ, ഹബീബുന മുഹമ്മദ് മുസ്തഫ, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.